രാവിലത്തെ നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം അടുക്കളയ്ക്ക് വന്നിട്ടുണ്ട്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ചായ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ തലേ ദിവസം വെള്ളത്തിലിട്ട ഗ്രീൻ പീസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് കറി വെക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ചപ്പാത്തിയാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ചപ്പാത്തിയുടെ മാവൊക്കെ ഞാനൊന്നും ഇങ്ങനെ കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഒന്നും കൂടി ഒന്ന് അമർത്തി കൊടുത്തതാണ്. അപ്പോഴേക്കും ഇതാ പാത്തു ഇവിടെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു. മദ്രസയിൽ പോകാൻ വേണ്ടിയിട്ടാണ്. മദ്രസയ്ക്ക് പോകുമ്പോൾ സാധാരണ യൂണിഫോം അടിയിൽ പർദ്ദയുടെ അടിയിൽ ഇട്ടിട്ടാട്ടോ പോവാറ്. യൂണിഫോം പർദ്ദയുടെ അടിയിൽ ഇട്ട് പോകുന്നതുകൊണ്ട് തന്നെ മദ്രസ ഇട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ തലമുടി വരേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. പിന്നെ അത് കഴിഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റും കൊടുത്താൽ മതി. അപ്പോൾ പിന്നെ വല്ലാതൊന്നും പണി ഉണ്ടാവാറില്ല. പിന്നെ രാവിലെ ഞാനും ക്ലാസ്സിന് പോകുന്നത് കാരണം ഇങ്ങനെയുള്ള എളുപ്പപ്പണികളൊക്കെയാണ് ചെയ്യാറ്. പിന്നെ ഞാൻ ചോറിനുള്ള വെള്ളമൊക്കെ വെച്ചിട്ട് അതൊക്കെ ചൂടായതിനു ശേഷം അതിൽ അരിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ കൂടെ ചപ്പാത്തിയൊക്കെ ചുട്ടെടുക്കുന്നുണ്ട്. ഗ്രീൻ പീസ് ഞാൻ നേരത്തെ തന്നെ കുക്കറിൽ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് മസാലക്കറി ആക്കാൻ വേണ്ടിയിട്ട് ഉള്ളിയും തക്കാളിയും പച്ചമുളകൊക്കെ ഒന്ന് വാട്ടി വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ അങ്ങനെ ഗ്രീൻ പീസ് കറി ഞാൻ അങ്ങനെ അല്ല ഉണ്ടാക്കാറ്. അധികം ഞാൻ മസാല കറി പോലെയാണ്, കുറുമ പോലെയൊക്കെയാണ് ഉണ്ടാക്കാറ്. ഉരുളക്കിഴങ്ങും ക്യാരറ്റും ഒക്കെ ഇട്ടിട്ട് ഒന്നില്ലെങ്കിൽ വെള്ള കളറിലോ അല്ലെങ്കിൽ മഞ്ഞ കളറിലോ ഇഷ്ടപോലെ മസാല കറി പോലെയൊക്കെ ഞാൻ ഉണ്ടാക്കാറുള്ളൂ. ഇങ്ങനെ അധികം ഉണ്ടാക്കാറില്ല. അപ്പോൾ ഒന്ന് മാറ്റി പിടിച്ച് നോക്കിയതാണ്. അപ്പോൾ ലാസ്റ്റ് ഞാൻ കുറച്ച് മല്ലിച്ചപ്പിൻ്റെ ഇലയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതെന്ന് പറയുന്നത് ഞാൻ കുറച്ച് ഉച്ചക്കത്തേക്ക് വേണ്ടിയിട്ട് പുളിങ്കറി വെക്കുമല്ലോ, നമ്മൾ ഉണക്കൽ കറി, അതാണ് കേട്ടോ. അപ്പോൾ അത് എനിക്ക് നല്ല ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ അന്ന് മീനൊന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് ഇത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ബാക്കി വീഡിയോ ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കാം കേട്ടോ.